ഹായ്. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മളുടെ ചെവികൾ കൊണ്ട് കേൾക്കുന്നതും എല്ലാം തന്നെ നമ്മൾക്ക് മെസ്സേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസാണ്, മെസ്സേജാണ്. നമ്മൾ സിമ്പിൾസ് കാണാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുമെന്നുള്ളത് അറിയില്ല മനുഷ്യന്. സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഈ കാണുന്നതിനെയും കേൾക്കുന്നതിനെയൊക്കെ സൂക്ഷ്മമായിട്ട് എത്രത്തോളം നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ടല്ല. സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി അല്പം കൂടെ ഉപരിതലത്തിൽ നിന്നും ഡീപ്പറായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കാൻ നടക്കുന്ന പറയത്തില്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസാണ്. ഈ മെസ്സേജ് നമ്മൾ ഒഴികെ ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും ഉണ്ടല്ലോ, അതിപ്പോൾ ആര് തന്നെ ആയാലും ശരി, നമ്മുടെ ഫാമിലിക്കകത്തുള്ള ആൾക്കാരായാലും നമ്മുടെ പുറത്തുള്ള ആൾക്കാരായാലും, ഞാൻ മനുഷ്യരുടെ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരല്ലാത്ത മറ്റ് ജന്തു, സസ്യ, ജീവജാലങ്ങളെല്ലാം തന്നെ അവരിൽ നിന്നെല്ലാം നമുക്ക് മെസ്സേജസും സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ മെസ്സേജസാണ് നമുക്ക് പറയുന്നതെല്ലാം. അത് ഈ ഒളിഞ്ഞു കിടക്കുന്ന മെസ്സേജുകളാണല്ല ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും ഗ്രഹിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നത്തെ ഒട്ടുമിക്ക മനുഷ്യരുടെയും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, നമ്മളുൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മവിശ്വാസത്തിൻ്റെ വലിയൊരു വിഷയമുണ്ട്. അരക്ഷിതാവസ്ഥ ബോധം, ആത്മവിശ്വാസം. ചിലത് റിയൽ ആയിരിക്കാം, ചിലത് അൺറിയൽ ആയിരിക്കാം, ഫേക്ക് ആയിരിക്കും. ചില മനുഷ്യരുടെ റിയലായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇൻസെക്യൂരിറ്റീസ്, പിന്നെ സെക്യൂരിറ്റി ഉണ്ടായിട്ടും അവർ പല രീതിയിൽ അവരുടെ ജീവിതത്തിലെ ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആണെന്ന് അവർ സ്വയം മേക്ക് ബിലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് അവരെ പെടുത്താം. പക്ഷെ നമ്മൾ റിയൽ ഇൻസെക്യൂരിറ്റി ഉള്ള മനുഷ്യരവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും അല്ലെങ്കിൽ ഒക്കെ തന്നെയാണ്, അവർക്ക് സമ്പത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, അസുഖങ്ങൾ, രോഗങ്ങളൊക്കെ ബാധിക്കുന്ന അങ്ങനെയൊക്കെ ഒത്തിരി അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. പല ആൾക്കാരെയും കുടുംബമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റിയൽ ഇൻസെക്യൂരിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ വീണ്ടും അവർ ഇൻസെക്യൂർ ആണെന്ന് പറഞ്ഞ് അഭിനയിക്കുകയും അല്ലെങ്കിൽ മേക്ക് ബിലീവ് ചെയ്യുന്നതൊക്കെ, മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തരം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ഞാനീ പറഞ്ഞ ഇൻസെക്യൂരിറ്റി നമ്മളെയൊക്കെ വല്ലാതെ എന്താണ് പറയുന്നത്, വീർപ്പ് മുട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഹണ്ട് ചെയ്യുന്ന, നമ്മളെ വേട്ടയാടുന്ന ഒട്ടുമിക്ക മനുഷ്യരെ ഇന്നത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പറയുന്നത്. കാരണം മനുഷ്യൻ ഇന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ, ഈവൻ പൈസ ഉള്ളവർ പോലും ഒട്ടനവധി പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടെങ്കിൽ തന്നെയും ബാക്കി മാനസികമായിട്ടുള്ള തലത്തിലും മറ്റ് ഇമോഷണലായിട്ടുള്ള തലത്തിലും സൈക്കോളജിക്കലായിട്ടുള്ള എന്ന് പറയുന്ന തലത്തിലും ഒക്കെ തന്നെ മനുഷ്യൻ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന, ശാരീരികം ഒക്കെ ഒട്ടുമിക്ക മനുഷ്യർക്കും ഒരു സെർട്ടൺ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അൺലസ് ആക്സിഡൻസോ അല്ലെങ്കിൽ അതുപോലുള്ള അപകടങ്ങളൊക്കെ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വളർന്ന് മുന്നോട്ട് വരും തോറും നമുക്ക് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതല്ലാതെ ഒട്ടുമിക്ക മനുഷ്യരെയും ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് നമ്മുടെ ഇമോഷണൽ തലത്തിലും അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള തലത്തിലൊക്കെ തന്നെയാണ്. നമ്മളുടെ ചിന്താപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് എന്നുള്ളതൊരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് പൊതുവെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് മെസ്സേജസ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ അത് തന്നെ ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റിവിറ്റി ട്രാപ്പിൽ നമ്മൾ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ടോപ്പിക് എന്നാണ്. എന്നുവെച്ചാൽ നമ്മളെ ചുറ്റിനും ആക്രമിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ഒത്തിരി നെഗറ്റിവിറ്റീസ് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. അത് നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഉണ്ട്, വീടിന് പുറത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമുക്ക് ഇന്ന് ഒത്തിരി മീഡിയാസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
നമ്മൾ സാധാരണ പറയുന്ന മീഡിയംസ് എന്ന് പറയുന്ന ഇപ്പം സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെ ടി വി, ന്യൂസ് പേപ്പേഴ്സ്, ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള മീഡിയാസ് എന്ന് പറയുന്ന പത്രമാസികകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ടി വി, ടെലിവിഷൻ, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് കാണുന്നു, പിന്നെ സോഷ്യൽ മീഡിയ, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ട്. പിന്നെ നെറ്റിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എവിടെ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാലും ഡാറ്റയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, ഡാറ്റയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ആ ഡാറ്റ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഇതുപോലുള്ള പിന്നെ ഇന്യൂമറബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ അനന്തമായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മളെ ഒരു ദിവസം നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. കാരണം നമ്മൾ അതിലേക്ക് എക്സ്പോസ് ആവുന്നു എന്ന ഒരു കാരണം കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളതിനകത്തിൽ ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ബാധ്യസ്ഥനാകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പൊതുവേ മനുഷ്യൻ്റെ ഒരു ജനറലായിട്ടുള്ള പോപ്പുലേഷൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും നെഗറ്റിവിറ്റിയെ മാത്രം തിരഞ്ഞു പിടിച്ചു പോവുകയും അതിനെ ആശ്രയിക്കുകയും അല്ലെ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുകയും അറിഞ്ഞോ അറിയാതെയൊക്കെ ആകൃഷ്ടരാകുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ലൈഫും തീർച്ചയായിട്ടും ഇതുമായിട്ട് ടൈഡപ്പാണ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് 24/7 എന്നോ അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നോ അല്ലെങ്കിൽ 365 ഡേയ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ആധികാരികമായിട്ട് മൊത്തമായിട്ട് ഒട്ടുമിക്ക മനുഷ്യരുടെയും പിന്നെ ചിന്തകളും സങ്കല്പങ്ങളും അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളും വൈകാരികമായിട്ടുള്ള തലങ്ങളും അവസ്ഥകളും ഒക്കെ തന്നെ ഈ നെഗറ്റിവിറ്റീസിനോട് കൂടുതൽ ടൈഡപ്പാണ്. കാരണം നമ്മൾ പത്രങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാലും മറ്റു തരത്തിലുള്ള മീഡിയാസ് നമ്മൾ ഓപ്പൺ ചെയ്താലും എവിടെയും എപ്പോഴും 24/7 എന്നൊക്കെ പറയുന്ന മീഡിയാസിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ മീഡിയാസിൻ്റെ അതിനെ നെയിം ചെയ്യുകയല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്നതെല്ലാം നെഗറ്റിവിറ്റീസാണ്. കൂടുതൽ നെഗറ്റിവിറ്റീസാണ്. എന്നാൽ അവർ ഈ നമ്മുടെ മുമ്പിൽ കൊണ്ട് ഈ പ്രസൻറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് വല്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിഹാരമില്ല. ഇന്നൊരു പ്രശ്നം നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോബ്ലംസ്, ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നു, അത് അതിൻ്റെ വഴിക്ക് വിടുന്നു, പിന്നെ അടുത്ത ദിവസം അടുത്ത പ്രോബ്ലംസിൻ്റെ ഇഷ്യൂസിൻ്റെ വഴിക്ക് പോകുന്നു. അപ്പം നമ്മൾ ഏത് പിന്നെ തലത്തിലേക്ക് നമ്മളെ എക്സ്പോസ് ചെയ്ത് നമ്മളെ കാഴ്ചയും കേൾവിയും നമ്മൾ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇനി മീഡിയാസിൻ്റെ കാര്യം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പേഴ്സൺ ടു പേഴ്സൺ ഒരു മറ്റൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ ദിവസവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റു വ്യക്തികളായിട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികളായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ എല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു 100% എന്ന ഒരു മെഷർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിനകത്തിൽ ഒരു നിയർ ടു 100% നമുക്ക് എവിടെയും ഒന്നുകിൽ പിന്നെ വളരെ പിന്നെ ആവറേജ് അല്ലെങ്കിൽ ലെസ് ദൻ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ നെഗറ്റീവായിട്ടുള്ള ഡിസ്കറേജിങ് ആയിട്ടുള്ള അത് നമുക്ക് പ്രത്യക്ഷമായിരിക്കത്തില്ല, പക്ഷെ പരോക്ഷമായിരിക്കും എപ്പോഴും. കാരണം പ്രത്യക്ഷമാകുമ്പോൾ ഇപ്പം ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ടുള്ള ടോക്കാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയും സംസാരിക്കുമ്പോൾ ഒരു ഡയറക്റ്റായിട്ടല്ലായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ഹിറ്റിംഗ് ദ ബുൾസൈ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആരും സംസാരിക്കാറില്ല. ഇൻഡയറക്റ്റായിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഒളിച്ചു കടത്തിയായിരിക്കും സംസാരിക്കുന്നത്, ഇല്ലേ? ഇംപ്ലിസിറ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ബട്ട് അതിനകത്തിലെല്ലാം ഒരു ഹിഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഹിഡൻ ഇൻഫോ അതിനകത്തിലുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മളുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ മൈൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം നമ്മുടെ ലൈഫുമായിട്ട് നമ്മളതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ജനറലായിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തോ പോസിറ്റീവ് അല്ലോ അത് നെഗറ്റീവ് നമുക്ക് പറയാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ഇപ്പോൾ ബാധിക്കുന്ന മാത്രമല്ല ഭാവിയിലും ബാധിക്കാൻ സാധ്യതയുള്ള ഏത് കാര്യവും, അത് ശാരീരികമായാലും മാനസികമായാലും ഭൗതികമായാലും ഇനിയിപ്പം മറ്റേതെങ്കിലും തരത്തിലായാലും അതെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള തലമാണ്, നെഗറ്റീവായിട്ടുള്ളൊരു പിന്നെ അവസ്ഥകളാണ്. അപ്പം നമ്മളുടെ മൂല്യബോധത്തെ ബാധിക്കുന്ന, നമ്മളുടെ സ്വഭാവത്തെ മോശമായി ബാധിക്കുന്ന പലരിലും ഒത്തിരി സൂക്ഷ്മമായിട്ടുള്ള നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നെഗറ്റീവാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അതല്ല ഈ പറഞ്ഞ ചുറ്റുവട്ടത്തു നിന്നുള്ള വളർന്ന് നമ്മൾ വരുന്ന ആ ഒരു കാലഘട്ടം മുതൽ നമുക്ക് ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജിൻ്റെ നെഗറ്റീവ് പിന്നെ എന്താണ് പറയുന്നത് നെഗറ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, ബാഡ് ഐഡിയാസ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എപ്പോഴും. അത് നമ്മളെ തീർച്ചയായും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം ജീവിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ വളരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇപ്പം ഈ വളരെ കൂടുതൽ സമയം ടി വിയുടെ മുമ്പിൽ ചിലവഴിക്കുന്ന ഏത് പ്രോഗ്രാംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ശരി, അത് വർത്തുവയിലല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിപ്പം എൻ്റർടൈൻമെൻ്റ് ആയാലും ശരി, ന്യൂസ് ആയാലും ശരി. അപ്പോൾ ചോദിക്കും, ന്യൂസ് നമ്മൾ കേൾക്കണ്ടായോ, നമുക്ക് രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ജനറൽ നോളജിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റ് അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള വഴികളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ പൊതുവേ ലോകത്ത് ബുദ്ധിയുള്ള ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടി വി കാണുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ എന്നേ അവരുടെ ജീവിതത്തിൽ നിന്ന് ടി വിയെ പടിയടച്ച് പിണ്ണം വെച്ചു എന്നുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടൻസ് നല്ലതായിട്ടുണ്ട്. ഫേസ്ബുക്കിലുണ്ട്, അല്ലെങ്കിൽ ട്വിറ്ററിലുണ്ടായിരിക്കാം, ഈവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ ചെന്ന് എത്തപ്പെടുന്നത് നമുക്കറിയാം ഏത് തരത്തിലുള്ള ഒരു തലത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിലേക്കാണ് നമുക്ക് ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് അവരുടെ ചിന്തയുടെ ക്വാളിറ്റിയും ജീവിതത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതിന് പരുവത്തിൽ നമ്മളെ അതിന് അനുവദിക്കാതിരിക്കുക. നെഗറ്റിവിറ്റീസിൽ നമ്മുടെ കണ്ണും കാതും കൊണ്ട് എത്തിക്കാതിരിക്കുക. ഈ ലോകത്ത് നെഗറ്റീവ്സ് മാത്രമല്ല, അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്. നല്ലതുപോലെ തന്നെ ചീത്തയുണ്ട്, ചീത്ത പോലെ തന്നെ നല്ലതുണ്ട്. അപ്പം നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ടാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഊർജം നമ്മൾ എങ്ങോട്ടാണോ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്, ചാനലൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് ഇൻപുട്ട്. ഇതെല്ലാം ഇൻപുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സട്ടിലായിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള ഇൻപുട്സുകളാണ്. ഇതെല്ലാം നമ്മളുടെ സൈക്കോളജിയെയും അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷനിങ്ങിനെയും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ക്യാരക്ടറിനെയും സെൻസ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മോറൽ സെൻസ് ഉണ്ടല്ലോ, നമ്മുടെ ധാർമ്മിക ബോധം, അതിനെയൊക്കെ സൂക്ഷ്മതലത്തിൽ വളരെയധികം ബാധിക്കുന്നതാണ് കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമുക്കിപ്പം ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല, ഒരിടത്ത് സാധ്യമല്ല. കാരണം ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പല വ്യക്തികൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താണ് ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഏത് തലത്തിലായാലും, ഭൗതികമായിട്ടുള്ള തലത്തിലായാലും, അല്ലെങ്കിൽ ഭൗതിക അല്ലെങ്കിൽ മാനസിക ആത്മീയ തലത്തിൽ, ആത്മീയ എന്ന് പറഞ്ഞ തലം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. ആ ആത്മീയ തലത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെ കൂടെ മാത്രമേ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മളുടെ ക്യാരക്ടറിനെ, നമ്മളുടെ ബിഹേവിയറിനെ, നമ്മളുടെ ഈ പറഞ്ഞ മൂല്യബോധത്തെയൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ, ഇതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ മീഡിയ കണ്ടൻസ്, അതിപ്പോൾ ടി വി കൂടെ ആയാലും ശരി, പത്രങ്ങളിൽ കൂടെ ആയാലും ശരി, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളൊക്കെ കൂടെ ആയാലും തന്നെ നമ്മൾ അതിലേക്ക് എക്സ്പോസ്ഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഇതൊക്കെ നമ്മളെ എപ്പോഴും 24 മണിക്കൂർ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അറ്റൻഷന് വേണ്ടി, അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അറ്റൻഷനെ നമ്മുടെ ശ്രദ്ധയെ തട്ടിയെടുക്കാനും വേണ്ടി, ഹൈജാക്ക് ചെയ്യാനും വേണ്ടി ഈ പറഞ്ഞ നമ്മുടെ ചുറ്റും, ഒരു വ്യക്തിയുടെ ചുറ്റും ഇത് 24 മണിക്കൂർ ഇതിങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പം നമ്മുടെ ശ്രദ്ധ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന എലമെൻറ്റ്സ്, കണ്ടൻസിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ അറിഞ്ഞോ അറിയാതെ പതിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ യൂട്യൂബിലായാലും ശരി, ഫേസ്ബുക്കിലായാലും, ഞാൻ പറഞ്ഞ എല്ലായിടത്തും നമുക്ക് ഒത്തിരി നമ്മളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള മാനസിക മെൻ്റൽ ഗ്രോത്തിനും ഇൻ്റലക്ച്വൽ ഗ്രോത്തിനും, അല്ലെങ്കിൽ നമ്മളെ ഈ വാല്യൂസിൻ്റെ ഗ്രോത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഇഷ്ടം പോലെ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തിലൊക്കെ നമ്മൾ ഒരു വ്യക്തി ശ്രദ്ധ പതിക്കാതെ ഇതുപോലുള്ള വളരെ മീഡിയോക്കർ എന്ന് പറയുന്ന വെറും ശോചനീയമായിട്ടുള്ള, അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ ലെസ് ദൻ ആവറേജ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, അതുപോലുള്ള ചീപ്പായിട്ടുള്ള കണ്ടൻസ്, എലമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ പുറകിന് പോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ശരിക്കും പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഫ്രിഡ്ജും കാറും വാഷിംഗ് മെഷീനും ഒക്കെ കാണും. ഞാൻ പറയുന്ന നിലവാരം അതല്ല പറയുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ നിലവാരം, നമ്മളുടെ ക്യാരക്ടറിൻ്റെ നിലവാരം, നമ്മുടെ ബിഹേവിയറിൻ്റെ നിലവാരം, നമ്മളുടെ മൂല്യങ്ങളുടെ നിലവാരം, ഇതൊക്കെ അത്തരം വ്യക്തികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർ കൺസ്യൂം ചെയ്യുന്ന ഡേറ്റ
അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി കണ്ടന്റുകളായിരിക്കും. അറിഞ്ഞും അറിയാതെ എന്താണ്, അറിയാതെ ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക് ബൈ ഡിഫോൾട്ട് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ എന്നൊരിക്കൽ നമ്മൾ ബൈ ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നൊരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് ആ വഴിക്ക് നമ്മൾ ബൈ ഡിഫോൾട്ടിൽ പിന്നെ ഹാബിറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം. അപ്പം നമ്മൾ വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ, അതിന് ആഗ്രഹമുള്ള വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നെഗറ്റീവ് കണ്ടൻസ്, നെഗറ്റീവ് ഇക്കോസിസ്റ്റം എന്നോ നെഗറ്റീവ് വേൾഡ് എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടൻസ്, എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജസ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് അല്ല ഞാൻ പറയുന്നത്, നമ്മൾ കാണുന്ന എല്ലാം തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നതും എന്തു തന്നെയല്ല ശരി. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ കൂടെ എന്ത് തന്നെ കടന്നു പോകുന്നു, നമ്മുടെ ചിന്തയിൽ കൂടെ എന്ത് തന്നെ കടന്നു പോകുന്നു, അതെല്ലാം മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മളെ പരുവപ്പെടുത്തിയെടുക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ നമ്മളെ ഹെൽത്തി ആയിട്ട് ഒരു ഹെൽത്തി വ്യക്തിയായിട്ട് നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതികൂലമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും വളർച്ച ഓഫർ ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം കോൺഷ്യസ് ആയിട്ട് നമുക്ക് ബുദ്ധിപൂർവം അല്ലെങ്കിൽ ബോധപൂർവം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരം പിന്നെ ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക്, പരിസ്ഥിതിയിലേക്ക് ശ്രദ്ധ ചെലുത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നെഗറ്റിവിറ്റി ട്രാപ്പിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുന്നത്, നമ്മൾ പോയി ചാടാതിരിക്കുക. കാരണം നമ്മൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചുറ്റിനും ഇഷ്ടം പോലെ നെഗറ്റിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ബാഡ് ന്യൂസ് എന്ന രീതിയിലായാലും ശരി, കാരണം എല്ലാം നമ്മളെ കേൾപ്പിക്കുന്നതും കാണിക്കുന്നതെല്ലാം ബാഡ് ന്യൂസാണ്. എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു നല്ല വാർത്ത ഒരിക്കലും നല്ലതല്ല. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത്, കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്നോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അക്രമവാസന, ഇപ്പം അക്രമം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അവരുടെ ടെൻഡൻസി കൺസ്ട്രക്റ്റീവ് അല്ല ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അതെല്ലാം കാരണമാക്കുന്നത് നമ്മൾ 24 മണിക്കൂറും കൺസ്യൂം ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ മെസ്സേജ്, റിലീജിയസ് മെസ്സേജ്, മറ്റു രീതിയിലുള്ള കൾച്ചറൽ, സോഷ്യൽ, എൻ്റർടൈൻമെൻറ്റ് മെസ്സേജ്, ഇതെല്ലാം നമുക്ക് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ വ്യക്തിത്വമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, നമ്മളുടെ മെൻ്റൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ ഗ്രോത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള നെഗറ്റിവിറ്റീസിന് സ്പേസ് കൊടുക്കാതിരിക്കുക നമ്മുടെ ലൈഫിൽ. നെഗറ്റിവിറ്റീസിൻ്റെ ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും പല രീതിയിൽ നമുക്ക്. അതിപ്പോൾ ചിലപ്പോൾ ഒരു തമ്പനയിലായിരിക്കും, ചിലപ്പോൾ ഒരു ടൈറ്റിലായിരിക്കും, ഇല്ലേ, ചിലപ്പോൾ ഒരു പിക്ചറായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻസ്റ്റാ മെസ്സേജ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ, ലോകത്ത് നമുക്ക് ഈ നെഗറ്റിവിറ്റീസിൻ്റെ ആ ഒരു ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പോസിറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വേൾഡ് പെട്ടെന്ന് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ പുറമെ പോകാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നെഗറ്റിവിറ്റി ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കുക, നെഗറ്റിവിറ്റിയുടെ വഴിയെ നമ്മൾ പോകാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിലും ലോകത്തിലും ഇപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുന്നത് മെൻ്റൽ കണ്ടീഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താ രീതി എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണോ, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എന്താണ് സ്വീകരിക്കുന്നുള്ളതും. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മളായിത്തീരുന്നത്. പിന്നെ വാട്ട് യു കൺസ്യൂംസ് യു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു നമ്മൾ തീറ്റ മാത്രമല്ല, നമ്മൾ ഈ ബാക്കിയെല്ലാം തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ തന്നെ ആണ് നമ്മളെ അത് കൺസ്യൂം ചെയ്യുമോ ഇല്ലെന്നുള്ള തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോകാതിരിക്കുക, പോസിറ്റിവിറ്റിയെ തിരഞ്ഞുപിടിക്കുക. പോസിറ്റിവിറ്റി നമുക്ക് ചുറ്റിനും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തന്നെ നമുക്ക് എൻഹാൻസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.